കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ലൈവ് മെസ്സേജ് ചെയ്യുവാനായി കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 8:30 പെട്ടെന്ന് ഒരു നെഞ്ചുവേദന ഉണ്ടാകുകയും തുടർന്ന് മണ്ണർകാട് ഹോസ്പിറ്റലിൽ, സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ECG എടുത്തപ്പോൾ വേരിയേഷൻ കണ്ടു. പെട്ടെന്ന് തന്നെ അവരെ ആംബുലൻസിൽ 2 നേഴ്സുമാരുമായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അവിടെ ചില ദിവസങ്ങൾ ചികിത്സയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനിടയായി തീർന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഇന്നലെ ഒരു ദിവസം കിടക്കയിൽ വിശ്രമത്തിലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഞാൻ റിലീസായി പുറത്തു വരുവാൻ കാരണം ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനും, മാത്രമല്ല ഒരുപാട് ആളുകൾ ഫോണിൽ എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സംസാരിക്കുവാനുള്ള പ്രയാസം കൊണ്ട് വാട്സപ്പിൽ കൂടെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചു ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നത് കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അറിയാത്തവർ, എന്നോട് സംസാരിക്കാത്തവർ, ഞാനുമായി ഇതേവരെ മുഖാമുഖം നേരിട്ട് കാണാത്തവർ പോലും സാമ്പത്തികമായ ഹെൽപ്പ് എനിക്ക് നൽകുവാനിടയായി. എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ആയി പൈസ ഇട്ട് തന്നപ്പോൾ ആരാന്ന് പോലും പലപ്പോഴും എനിക്ക് മനസ്സിലാകാതെ വന്നു. ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല, ആത്മീയ കൂട്ടായ്മയുടെ ഗ്രൂപ്പുകൾ വളരെ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായത്. ഫേസ്ബുക്ക് സ്നേഹിതരായ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും, ദൈവദാസന്മാർക്കും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പെന്തക്കോസ്തുകാർ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അക്രൈസ്തവരായ മറ്റു സാമുദായിക മേഖലയിലുള്ള ആളുകളും അവരവരുടേതായിരിക്കുന്ന വിശ്വാസമനുസരിച്ച് അവർ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. എന്നെ കരുതിയ, എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി അവിടുന്ന് വേർതിരിവിച്ചു വെച്ച നന്മകൾ നൽകിയ എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഭാകുടുംബങ്ങൾ വളരെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു എന്നുള്ളത് ആമേൻ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അവരെന്നെ കരുതുന്നവരാണ്, അവരെന്നെ ശുശ്രൂഷിക്കേണ്ടവരാണ്. എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. നമ്മളിങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശത്രുത മറന്ന് എന്തെങ്കിലും ശത്രുതാ മനോഭാവങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടുന്ന സമയമാണ്. സ്തോത്രം അല്ലേ? നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ ആരെങ്കിലും നമ്മളോട് ദോഷം ചെയ്താൽ, അല്ലെങ്കിൽ അവരവർ തന്നെ ദോഷം ചെയ്തിട്ട് ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയാൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ
എന്തു ചെയ്യണം? വിളിക്കുകയും സ്നേഹാന്വേഷണം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ സഭയിൽ നിന്ന് പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വർഷങ്ങളായിട്ടുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് എല്ലാ സഭകളിലും ഉള്ളതാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭയിൽ അത് കൂടുതലാണ്. കാരണം പാസ്റ്റർക്ക് വഴക്ക് പറയാൻ പറ്റത്തില്ല. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസിച്ചാൽ സഭ വിട്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആത്മീയ മേഖല ആർക്കും കീഴ്പ്പെടാൻ കഴിയാത്തവരാണ്, അനുസരിക്കാൻ കഴിയാത്തവരാണ്, വിധേയപ്പെടാൻ കഴിയാത്തവരാണ്. അവർ സഭയിൽ നിന്ന് എന്തു ചെയ്യും? അവർ വിട്ടുപോകുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല സഭയിലെ ദൈവദാസന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് അനുഭവമായിരിക്കും. അവരെ സ്വീകരിക്കാനായിട്ടുള്ള ആളുകളുമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും നമ്മളെ പരിപാലിച്ച, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മുടെ വീട്ടിൽ വന്ന് യോഗം നടത്തിയ, നമ്മളെ കരുതിയ ശുശ്രൂഷകന്മാരെ അവരുടെ ഒരു ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ തള്ളിക്കളയരുത്. ഒരു വാക്കുകൊണ്ട് വിളിച്ച് വിശേഷങ്ങൾ തിരക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് പോയിരിക്കുന്ന പലരെയും വഴിവലിച്ച് കാണുമ്പോൾ വിളിക്കുകയും എന്തുകൊണ്ട് വിശേഷങ്ങൾ എന്ന് തിരക്കുകയും ചെയ്യും. കാരണം ഞാൻ അവരോട് ദോഷം ചെയ്തിട്ടില്ല, അവർ ദോഷം ചെയ്തേച്ച് പോയതായതുകൊണ്ട് നമുക്കത് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമല്ലേ. നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ അവരോട് ദോഷമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ സർവശക്തനായ ദൈവം അനേക ദൈവമക്കളുടെ പ്രാർത്ഥന നിമിത്തം വിടുവിപ്പാനിടയായി തീർന്നു. ഞായറാഴ്ച 29-ാം തീയതി ഞായറാഴ്ച സഭയിൽ ഞാൻ ദൈവവചനം പ്രസംഗിപ്പാനായിട്ട് ഇടയായി തീർന്നു. പൗലൂസിന്റെ ദർശനത്തെക്കുറിച്ചാണ് പങ്കുവെക്കുവാനിടയായി തീർന്നത്. സ്വർഗീയ ദർശനത്തെക്കുറിച്ച്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വിഷയത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ വിടുതലിനെ ദർശനമായി കണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് ഞായറാഴ്ച ഞാൻ സഭയിൽ പ്രസംഗിപ്പാനിടയായത്. അപ്പോഴൊക്കെ എനിക്കൊരു ഉറപ്പായ ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ ശാരീരികമായിട്ടുള്ള വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാനത് സഭയിൽ പറഞ്ഞു. ഇനി സഭ മുന്നോട്ട് നടത്തുവാനായിട്ട് ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വളരെ ക്ഷീണിതനാണ് എന്നൊക്കെ ഞാൻ സഭയിൽ പറയുകയും സഭാ കുടുംബങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തു എൻ്റെ വാക്കുകൾ കേട്ടിട്ട്. ഹല്ലേലൂയ. കാരണം എനിക്കറിയാം ഞാൻ വീഴാൻ പോവുകയാണെന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ ശാരീരികമായ അസ്വസ്ഥതയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ബോക്സ് എടുത്ത് പൊക്കി വെക്കുക, പിന്നെ താത്തു വെക്കുക, ജനറേറ്റർ പിടിക്കുക, താക്കുക, വലിക്കുക, ഇതെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഹാർഡ് വർക്കായിരുന്നു. കൂട്ടത്തിലെ ആളുകളുണ്ടെങ്കിൽ പോലും അതിൻ്റെ വശത്തിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലപ്പോഴും പ്രാപ്തരല്ല. സഹോദരിമാരായിരിക്കും കൂടുതലും മിക്കവാറും എൻ്റെ കൂട്ടത്തിലെ പ്രവർത്തനത്തിനൊക്കെ വരുന്നത്. അവരെ കൊണ്ട് ജനറേറ്റർ പിടിപ്പിക്കുക, അവരെ കൊണ്ട് ബോക്സ് പൊക്കി വണ്ടിയുടെ മുകളിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില സഹോദരന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങൾ അറിയാൻ മേലെങ്കിൽ ചാടിക്കയറി പിടിച്ച് ചെയ്യുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചു വന്നത്, അത്ഭുതകരമായി അതിശയകരമായി ദൈവം വിടുവിച്ചു. അല്പം ഹാർഡ് വർക്കായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ആ വലിയ കരം ഒരിക്കൽ കൂടെ ഈ ആലയത്തിൽ വരാനും പ്രാർത്ഥിക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകി. ഞാൻ അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ ആലയത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ സന്ദേശം പങ്കുവെക്കുന്നത്. ഇന്നൊരു ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉള്ള ഒരു സമയമല്ല ഞാൻ കണ്ടെത്തിയത്. നിങ്ങൾക്ക് നന്ദി പറയുവാൻ, പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകുകയല്ലോ. തുടർന്നും എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. കർത്താവ് ആയുസ് നൽകുന്നിടത്തോളം കാലം കർത്താവിൻ്റെ വേല ചെയ്യണം.
53 വയസ്സ് കഴിഞ്ഞ് 54ലേക്ക് കയറാൻ പോവുകയാണ്. ഇനിയുള്ള മുമ്പിലുള്ള അല്പം കാലം അത് അതിവേഗത്തിൽ ഓടിത്തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നിത്യതയിൽ ചെന്ന് ദൈവത്തോടുകൂടെ വസിക്കുന്നതാണ് ഏറെ നല്ലതെന്ന് അറിയാം. എന്നാൽ ഈ ചുമട് എത്തിക്കേണ്ട മേഖലയിൽ എത്തിച്ച്, കാരണം ഒരു ചുമടെടുക്കുന്നവൻ ആ ചുമട് താത്തു വെക്കേണ്ട ഒരു ഇടമുണ്ടല്ലോ, അവിടെ എത്തിക്കും വരെ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ചോദിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വഴിയോരങ്ങളിലേക്ക് ഇറങ്ങും, സഭാ കുടുംബങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങും, പ്രാർത്ഥിക്കുക. ഒരാഴ്ച ഞാൻ ചൊവ്വാഴ്ചയാണല്ലോ ആശുപത്രി വന്നത്, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ദിവസങ്ങളെല്ലാം വീട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. എന്നെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട് ദൈവമക്കള്, ദൈവദാസന്മാർ ഒക്കെ ഇന്നലെയും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയും അവരുടെ കരുതലും, അവർ 1 കിലോ ഏത്തക്ക മേടിച്ചുകൊണ്ട് വരുന്നതും ഓറഞ്ച് മേടിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ സ്വീകരിച്ച്, കാരണം അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും അവരുടെ ആ സ്നേഹ സൽക്കാരങ്ങളിൽ ഞാൻ പങ്കുചേരുന്ന ഒരവസ്ഥയിലേക്ക്. അല്ലാത്തപ്പോൾ ഒന്നും ആരും എന്ത് ചെയ്തില്ല. അല്ലാത്തപ്പം വീട്ടിലോട്ട് വരുന്നവരൊക്കെ കൈവീശിയാണ് വരുന്നത്. ഇപ്പം മേലാതിരിക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ അവരുടെ കരുതലുകൾ സ്നേഹത്തോടെ അനുഭവിപ്പാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ ഞാൻ വളരെ ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ട് ശരീരത്തിനൊരു സ്വസ്ഥമായ ഒരു അനുഭവം കൊടുത്ത് ആയിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് വരാൻ പറ്റാത്തവർ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ അടുക്കൽ എന്നെ വന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ അവർക്ക് എന്നേക്കാൾ ശാരീരികമായിട്ടുള്ള പ്രയാസമാണ്, മേലാതെ കിടക്കുന്നവരാണ് അവർ. ഇന്നലെയാണെങ്കിൽ ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു അപ്പച്ചന് 87 വയസ്സുണ്ട്. പുള്ളി 2 വർഷമായിട്ട് എൻ്റെ കൂട്ടായ്മയിൽ ഞാനുമായിട്ട് ഒന്നിച്ചാണ് പോകുന്നത്. ഞാൻ ആശുപത്രി ആയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്നെ വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ് ദയവ് ചെയ്ത് ആശുപത്രിയിലോട്ട് വരരുത്, ഞാൻ വീട്ടിലോട്ട് വരുമ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ് നിലനിർത്തി. ഇന്നലെ ഞാൻ വന്നെന്നറിഞ്ഞ് ഇന്നലെ രാവിലെ തന്നെ എന്ത് ചെയ്തു, അപ്പച്ചൻ വന്നു. 2-3 ബസ് കയറിയാണ് ഇവിടെ വന്ന് എന്നെ കണ്ട്. ദൈവത്തിന് സ്തോത്രം. കുറേ നേരം എൻ്റെ കൂട്ടത്തിൽ കട്ടിലയിലിരുന്ന്. അപ്പോൾ എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ വെറുക്കുന്നവർ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അത് വെറുക്കുന്നവരെ എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവരുടെ പേരുവിവരമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ശത്രുതാ മനോഭാവമുള്ളവരുണ്ട്. അത് നമ്മുടെ ശുശ്രൂഷയിലും ആത്മീയ ശുശ്രൂഷയുടെ ഉയർച്ചയിലും നമ്മുടെ ഭൗതികമായ നന്മയിലും ഒന്നും സന്തോഷിക്കാൻ കഴിയാത്തവർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദേഷ്യപ്പെടുക, ഞാനൊരു ദേഷ്യക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനാണ്, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ദേഷ്യപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ എന്നോട് വെറുപ്പുണ്ട്, സത്യമായിട്ടും എനിക്കറിയാം. അതൊക്കെ പോട്ടെ, ഞാൻ അവരോട് ആരോടും എനിക്കൊരു പിണക്കവും ഇല്ല, ഒരു വൈരാഗ്യവും ഇല്ല. ആരെയും ലോകത്തിൽ ആരോടും പിണങ്ങരുതെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ 27 വർഷമായി ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ദൈവദാസന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവസഭ നയിച്ചുകൊണ്ട് പോകുന്നവർക്കറിയാതെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കരുതലും സ്നേഹവും ഒക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുകയായിരുന്നു. എന്നെ വന്ന് കാണാൻ പറ്റാത്തവർ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഫോൺ കോൾ വഴിയൊക്കെ എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ കരുതുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കും. തീർച്ചയായും ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ തുടർന്ന് നിങ്ങളെ ഏത് ആവശ്യങ്ങൾക്കും ഏത് പാതിരാത്രിക്കും ഏത് സമയത്തും വിളിക്കാം. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകും. ഓടിയെത്താൻ പറ്റുന്ന ഇടത്താണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഓടിയെത്തും. തീർച്ചയായും നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും എന്നെ വിളിക്കാം, ഏത് പാതിരാത്രിക്കും വിളിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ആമേൻ. അടിയനെ വിടുവിച്ച സർവശക്തനായ ദൈവമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച
എന്നെ കരുതി എന്നെ സ്നേഹിച്ച എല്ലാ ദൈവമക്കൾക്കുമായി, ദൈവദാസന്മാർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്ന് അവരെ ബലപ്പെടുത്തണമേ. തിരുനാമ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.